പൂരം കലക്കാൻ ശ്രമിക്കുന്നവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പണി മാത്രമാണ് ഈ പറയുന്ന UDF-ഉം LDF-ഉം കാലങ്ങളായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടല്ല, വർഷങ്ങളായിട്ട് അവർ പറയുന്നുണ്ട് എന്ത് നടപടിയാണ് അവിടുത്തെ കോൺഗ്രസ് MP ഈ പറയുന്ന ദേവസ്വങ്ങൾക്ക് വേണ്ടി എടുത്തു കൊടുത്തത് എന്നറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഇതുവരെ ഒരു പണി ഇവർ ചെയ്തിട്ടില്ല ആ കാര്യത്തിൽ. അതിനുശേഷം വന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് RSS-ന്റെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ വസ്തുതകൾ വെച്ച് നമുക്ക് സംസാരിക്കാമെന്നേ. കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ BJP ഈ കരക്കിരുന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു രീതിയിലാണല്ലോ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് സമ്പൂർണ്ണമായ സൈലൻസ് ആണ്. നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല. കണ്ടാൽ ഇങ്ങനെ RSS നേതാവിനെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടാൽ എന്താ എന്നൊക്കെയുള്ള വളരെ ലളിതമായ ന്യായീകരണങ്ങൾ നൽകുകയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് തുറന്ന് സമ്മതിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഒന്നും നിങ്ങൾ തയ്യാറായില്ല. ഇപ്പോൾ യുവജന സംഘടന രംഗത്ത് സമരരംഗത്തുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ ഭരണ പ്രതിപക്ഷം തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന്റെ കയ്യിലെ പ്രധാനപ്പെട്ട ആയുധമായി ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി BJP-യുമായി